ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. നമ്മുടെ ഡെബിറ്റ് കാർഡ് പിൻ സെറ്റ് ചെയ്യാൻ ഇനി മുതൽ നമ്മുടെ ബ്രാഞ്ചിൽ പോവുകയോ അല്ലെങ്കിൽ ATMകളിൽ പോവുകയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഓൺലൈനായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ വെബ്സൈറ്റ് വഴി ഇപ്പോൾ ഡെബിറ്റ് കാർഡിൻ്റെ പിന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. റെഡ് മൊബൈലിൽ നമുക്ക് ഡെബിറ്റ് കാർഡിൻ്റെ പിന്ന് റീസെറ്റ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ നോക്കുന്നതാണ്. സോ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അതിനായിട്ട് ആദ്യം നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഫെഡി പോയിന്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ്. ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ വന്നിരിക്കുന്ന പേജിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് താഴെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ടിക്ക് മാർക്ക് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ താഴെയുള്ള ക്യാപ്ചയും എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. സോ ഫെഡി പോയിന്റ് സർവീസ് പോർട്ടലാണ്. നമുക്ക് നമ്മുടെ പല കാര്യങ്ങളും ഫെഡി പോയിന്റ് വഴി ചെയ്തെടുക്കാവുന്നതാണ്. സോ ഈ പേജ് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് സെറ്റ് കാർഡ് പിൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് സെറ്റ് ന്യൂ പിൻ, ചേഞ്ച് എം പിൻ ഫംഗ്ഷനുള്ളൊരു ഹോം ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മാനേജ് ഡെബിറ്റ് കാർഡ് ഫീച്ചേഴ്സ് ഓരോ ചാനലിലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വലതുവശത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സോ നമുക്ക് പിൻ ചേഞ്ച് ചെയ്യേണ്ട ഡെബിറ്റ് കാർഡിൻ്റെ മുകളിലുള്ള 16 ഡിജിറ്റ് കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മൾ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റും ഇയറും കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് കാർഡിൻ്റെ മുകളിൽ തന്നെ കാണാവുന്നതാണ്. അത് നമ്മൾ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് കാർഡിൻ്റെ പിൻവശത്ത് CVV ഉണ്ടാവും. ആ CVV എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഏത് നമ്പറാണോ ATMൻ്റെ പിന്നായിട്ട് വെക്കേണ്ടത് അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേ പിന്നെ വീണ്ടും റീ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP എൻ്റർ ചെയ്ത് വെരിഫൈ OTP ക്ലിക്ക് ചെയ്യുക. നമ്മുടെ OTP സക്സസ്ഫുള്ളി വെരിഫൈഡ് ആണ്. വീണ്ടും ഒരു മെസ്സേജ് ചോദിക്കുന്നുണ്ട്, ആർ യു ഷുവർ യു വാണ്ട് ടു സെറ്റ് ദ പിൻ. നിങ്ങൾക്ക് പിന്ന് മാറ്റണം എന്നുള്ളത് ഉറപ്പാണോ എന്നുള്ളത് അവർ ഒരു കൺഫർമേഷൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ പിന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമ്മളുടെ ഡെബിറ്റ് കാർഡിൻ്റെ പിന്ന് റീസെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ പിന്ന് മറന്നു പോവുകയോ അല്ലെങ്കിൽ നമുക്ക് പിന്ന് റീസെറ്റ് ചെയ്യണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫെഡി പോയിന്റ് ഉപയോഗിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.